പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തു യേശുവിലെ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ പരിശുദ്ധനായ തമ്പുരാൻ്റെ പാദപീഠത്തിൽ ചേർന്ന് വന്ന് മാധുര്യമേറിയ തിരുവചനങ്ങളെ പകുത്തെടുക്കുവാൻ നമുക്ക് അവസരവും കരുതലും സ്നേഹവും തന്ന തമ്പുരാനെ നന്ദിയോടെ സ്തുതിക്കാം. നമ്മൾ ഈ ദിനങ്ങളിൽ കർത്താവ് പറഞ്ഞ ചില അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ട് ആശ്വാസത്തിൻ്റെയും സംതൃപ്തിയുടെയും ചില ചിന്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, പകുത്തെടുത്തുകൊണ്ടിരിക്കുന്നല്ലോ. ഇന്ന് മറ്റൊരു ചിന്ത ചേർത്ത് വയ്ക്കട്ടെ. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്ക് കർത്താവ് പറയുന്നത് പിറവിക്കുരുടന് സൗഖ്യം കൊടുക്കുവാൻ വേണ്ടി തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ചവൻ്റെ കണ്ണിൽ പുരട്ടി വച്ചിട്ടാണ് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങളെ നാം വിലയിരുത്തുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ആ പ്രസംഗിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കർത്താവ് ഒരു അടയാളം പ്രവർത്തിച്ചിട്ടാണ് ആ വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചു തുടങ്ങുന്നത്. 6-ാം അധ്യായത്തിൽ 5 അപ്പം വാഴ്ത്തി നുറുക്കി 5000 പോഷിപ്പിച്ച ശേഷമാണ് അവിടുന്ന് പഠിപ്പിച്ചത്, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു എന്ന്. പ്രിയപ്പെട്ടവരുടെ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു പിറവിക്കുരുടന് കാഴ്ച കൊടുത്തുകൊണ്ടാണ് അവൻ വിളിച്ചു പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്ന്. ഇവിടെ കർത്താവ് വ്യക്തമായി അത് വരച്ചു വയ്ക്കുകയാണ്. ഞാൻ ഇരുട്ട് മാറ്റുന്നവനാണ്, ഞാൻ വെളിച്ചം പകരുന്നവനാണ്. കർത്താവും ശിഷ്യന്മാരും യാത്ര പോകുകയിലാണ് ആ പിറവിയിലെ കുരുടനായവൻ വഴിയരികെ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്, ഇവൻ കുരുടനായി പിറക്കുവാൻ ആരാണ് പാപം ചെയ്തത്? ഇവൻ ചെയ്ത പാപമാണോ ഇവൻ്റെ മാതാപിതാക്കൾ ചെയ്ത പാപമാണോ? യഹൂദന്മാരുടെ ഒരു പ്രത്യേക കൺസെപ്റ്റായിരുന്നു അത്. ഏതെങ്കിലും ഒരു വ്യക്തി രോഗിയായാൽ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വല്ല വൈകല്യങ്ങളുമുണ്ടെങ്കിൽ ഒന്നുകിൽ ആ വ്യക്തിയുടെ പാപം അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളുടെ പാപമാണ് സകല ശാപങ്ങളുടെയും കാരണമെന്ന്, അല്ലെങ്കിൽ സകല വൈകല്യങ്ങളുടെയും കാരണമെന്ന ഒരു സങ്കല്പം അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസം അവർ പുലർത്തിയിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ചോദ്യം വന്നത്. ഇവനിങ്ങനെ കുരുടനായി പിറക്കുവാൻ ആരാണ് പാപം ചെയ്തത്? ഇവൻ ചെയ്ത പാപമാണോ അതോ ഇവൻ്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപമാണോ? ഇവൻ എന്ത് പാപമാണ് പിറക്കും മുമ്പ് ചെയ്തത്? കണ്ണില്ലാതെ പിറക്കാൻ. അപ്പോൾ അവൻ്റെ മാതാപിതാക്കളുടെ പാപമായിരിക്കുമോ? കർത്താവ് ആ 2 വാദഗതിയെയും നിഷേധിക്കുകയാണ്. ഇവൻ പാപം ചെയ്തിട്ടില്ല, ഇവൻ്റെ മാതാപിതാക്കളും പാപം ചെയ്തിട്ടില്ല. ഇവൻ കണ്ണില്ലാതെ കാഴ്ചയില്ലാതെ പിറക്കുവാൻ കാരണം അവൻ്റെ മാതാപിതാക്കളുടെ പാപമോ അല്ലെങ്കിൽ അവൻ്റെ പാപമോ അല്ല. അവിടെ കർത്താവ് മറ്റൊരു കാര്യം കൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വൈകല്യങ്ങളെല്ലാം ആരുടെയൊക്കെയോ പാപത്തിൻ്റെ ഫലമാണ് എന്ന വ്യാഖ്യാനം കർത്താവ് ഇവിടെ വെല്ലുവിളിച്ച് തിരുത്തുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇത്രയൊക്കെ ആത്മീയമായി ലോകം വളർന്നിട്ടും ഇത്രയൊക്കെ കാഴ്ചപ്പാടുകൾ കിട്ടിയിട്ടും നമ്മുടെ ആളുകൾ പലരും അവരുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങളുടെ കാരണം തേടി അലയുകയാണ്. ഒരുപക്ഷെ അവർക്ക് അവരുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞ് വൈകല്യമുണ്ടെന്ന് തോന്നിയാൽ, അതുമല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ചില കാര്യങ്ങൾ ക്രമം പോലെ നടക്കുന്നില്ല എന്ന് തോന്നിയാൽ, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പുരോഗമിക്കുന്നില്ല എന്ന് തോന്നിയാൽ ഉടനെ അതിൻ്റെ കാരണം തേടി അവർ അന്വേഷിക്കുകയാണ്. അതിന് പ്രശ്നം പറയാനിരിക്കുന്നവരും പ്രവചനം പറയാനിരിക്കുന്നവരും അതിൻ്റെ കാരണം കെട്ടിച്ചമച്ചുണ്ടാക്കി അവരുടെ തലയിൽ കെട്ടിവെച്ച് അവരുടെ തലയിൽ തീ കോരിയിട്ട് അവരെ സംഘർഷത്തിലാക്കാനിരിക്കുന്നവരുമായ കുറേ ആളുകൾ, അത് ആദായ സൂത്രമാക്കി കണ്ട കുറേ ആളുകൾ, ശരിക്കും പറഞ്ഞാൽ വഞ്ചകന്മാർ ഇരിപ്പുണ്ട്. എല്ലാ കാലത്തും അവർ ജീവിച്ചിട്ടുണ്ട്, ഈ കാലഘട്ടത്തിലും ജീവിക്കുന്നുണ്ട്. അവർ ഇരകളെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങളുടെ കാരണം തേടുന്നവർ അവരെ തേടി ചെല്ലുന്നത്. ഉടനെ അവർ കാരണം കണ്ടുപിടിക്കുകയായി. കാരണം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അന്ധവിശ്വാസികളെ അബദ്ധത്തിലാക്കാൻ വളരെ എളുപ്പമാണ്. അവർ ചിലർ കണ്ണടച്ചിരുന്ന് കുറേ നേരം എന്തൊക്കെയോ മന്ത്രം ചൊല്ലുന്നത് പോലെ അവർ അഭിനയിക്കും.
വേറെ ചില ആളുകൾ അവരുടെ ചെപ്പടി വിധികളുടെ ഭാഗമായി ചില കളങ്ങളിലൊക്കെ ചില കണക്കുകളൊക്കെ ഒത്തുനോക്കും. മറ്റു ചില ആളുകൾ കുറേ നേരം കണ്ണടച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടാണ് ഈ ചെല്ലുന്നയാൾ കാണുന്നത്. ഇനിയും ചില ആളുകൾ അവരുടെ കണ്ണുകളിലേക്ക് കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ചിലർ കണ്ണുരുട്ടി കാണിച്ച് ഭയപ്പെടുത്താനൊക്കെ നോക്കും. ഇങ്ങനെയുള്ള പലതരം അവതാരങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, ഈ ആളുകൾ പൂർണ്ണവിധേയത്വത്തോടെ ഞാൻ ആരെയാണോ ആശ്രയിച്ചിരിക്കുന്നത് ആ വ്യക്തി പറയുന്നത് വേദവാക്യത്തെക്കാൾ വലുതാണെന്ന തീരുമാനത്തോടെ മുൻവിധിയോടെയാണ് ഇയാളുടെ മുമ്പിൽ ചെന്നിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഏത് വേഷവും കെട്ടാം, ഏത് നിലപാടും എടുക്കാം. അയാൾ എടുക്കുന്ന ഏത് നിലപാടും അന്ധമായി തൻ്റെ മുമ്പിൽ ഇരിക്കുന്നയാൾ അംഗീകരിക്കുമെന്ന് ആ ഇരിക്കുന്നയാൾക്കറിയാം. അയാൾ വലിയ സൂത്രശാലിയാണ്. അതിൽ ചിലർ അല്പനേരത്തെ ആലോചനയ്ക്കും പ്രാർത്ഥനയ്ക്കും ചില നിരീക്ഷണങ്ങൾക്കൊക്കെ ശേഷം പറയാൻ പോകുന്നത് ഇത് നിങ്ങളുടെ പൂർവികരുടെ ശാപമാണ്. സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഈ ചെന്ന ആളുകളെ വലിയ കുഴപ്പത്തിലാക്കുകയാണ് ഈ ഇരുന്ന സിദ്ധൻ. ഇത് നിങ്ങളുടെ പൂർവികരുടെ ശാപമാണ്. അപ്പോൾ മുതൽ ഇവരുടെ ഉള്ളിൽ വേവൽ തുടങ്ങി. ഇനി ജീവിതത്തിൽ എന്ത് ചെയ്താലാണ് പൂർവികരുടെ ശാപം മാറുക? പ്രിയപ്പെട്ടവരെ, അവർക്കുള്ള സ്വസ്ഥത കൂടെ ഇല്ലാതെയായി. ഇതുവരെ അവരുടെ കുട്ടിക്കൊരു ചെറിയ പ്രയാസമുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ അവരെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നുള്ളൂ. അതിനെന്തോ കാരണമുണ്ട് എന്നൊരു അസ്വസ്ഥത കൂടെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ വ്യക്തമായി ഒരാൾ പറയുകയാണ് നിങ്ങളുടെ പൂർവികരുടെ ശാപമാണ്. അപ്പോൾ മുതൽ അവർക്ക് സംഘർഷം ഇരട്ടിയായി. പൂർവികരുടെ ശാപം ഏതളവിലായിരിക്കും, എവിടെ നിന്ന് കിട്ടിയതായിരിക്കും, അതിനി എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാക്കും. എന്നിട്ട് ചില മിടുക്കന്മാർ ഇത്ര കൂടെ ചേർത്ത് പറയും, ഇത് തുടക്കം മാത്രമാണ്, ഇനി ഒരു പരമ്പര തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരാശ്രയം തേടി വന്നവരുടെ തലയിൽ തീ കോരിയിട്ട് അവരുടെ കാലിൽ പിടിച്ച് തല നിലത്തടിക്കുന്ന അവസ്ഥയാണ് ഈ ഇരിക്കുന്ന ചതിയൻ ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ വാക്കുകളൊക്കെ ഇങ്ങനൊരു സന്ദേശത്തിൽ പ്രയോഗിക്കാൻ കൊള്ളില്ല എന്നൊക്കെ അറിയാം പ്രിയപ്പെട്ടവരെ. പക്ഷെ പകരം മറ്റൊരു വാക്ക് എന്ത് പ്രയോഗിക്കാൻ പറ്റും? നിങ്ങൾ പറയണം, ക്ഷമിക്കണം, നിവൃത്തിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ആളുകളുടെ ഉള്ളിൽ വലിയ സംഘർഷത്തിൻ്റെ തീ കത്തുകയാണ്. അവിടെ മുതൽ അവർ അസ്വസ്ഥതയുടെ ആഴങ്ങളിലേക്ക് ചെന്ന് വീഴുകയാണ്. അവർ സ്വയം കണ്ടെത്തി ഇങ്ങനൊരു തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഒരു കുഴപ്പവും ഇവരുടെ ഓർമ്മയിൽ എങ്ങും അവരുടെ പൂർവികരുടെ ശാപം വരാനുള്ള ഒരു കാരണവും അവർ അറിയുന്നില്ല. പക്ഷേ അവരോട് പറയുകയാണ് പൂർവികരുടെ ശാപമുണ്ട്, കാരണവന്മാരുടെ ശാപമുണ്ട്, പിന്നെ അതിന് പ്രായശ്ചിത്തം ഇന്നടത്ത് പോയി ചെയ്യണം, ഇന്ന പ്രായശ്ചിത്തം ചെയ്യണം. അവരങ്ങ് അലയാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നെ അവർ എവിടെ ചെന്നാലും ഈ ശാപത്തെക്കുറിച്ച് മാത്രമാണ് അവരുടെ തലയിലുള്ളത്. അവരുടെ തലയിൽ അപ്പോൾ ഒരു വലിയ ഒരു ഭാരം കയറ്റി വയ്ക്കുകയാണ്. പിന്നെ മരണം വരെ അവർക്ക് സ്വസ്ഥത കിട്ടില്ല. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മുഴുവൻ പ്രയാസങ്ങൾക്കും കാരണം പൂർവികരുടെ ശാപമാണ് എന്ന ഒരു വിഷം അവരുടെ മനസ്സിൽ നിറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വെളിച്ചം പകരാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിക്കും, വെളിച്ചത്തെ കാട്ടിക്കൊടുപ്പാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിക്കും കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം ഈ വിഷയത്തിനൊരു പരിഹാരം പറയുകയല്ലാതെ ഇത്തരം വിദ്യ പ്രയോഗിക്കാനാകില്ല. ഇത്തരം വിദ്യ പ്രയോഗിക്കുന്ന ആളുകൾ വേറെ ചിലർ പറയാൻ പോകുന്നത് പൂർവിക ശാപമല്ല, നിങ്ങൾ കിടക്കുന്ന വീടിൻ്റെ കുഴപ്പമാണ്. ആ വീടിരിക്കുന്ന സ്ഥലത്ത് നേരത്തെ ദുർമരണങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയുണ്ടോ മരണങ്ങൾ? പ്രിയപ്പെട്ടവരെ, ഒന്നോർത്ത് നോക്കണം. ഈ മനുഷ്യൻ മരിക്കുന്നു, ഒരുപക്ഷെ ചിലയിടങ്ങളിൽ അടക്കുന്നു, ഭൗതിക ശരീരം അടക്കപ്പെട്ട സ്ഥലം അതൊരു ശാപഗ്രസ്തമായ സ്ഥലമാണെന്നൊക്കെ ആളുകൾ വെറുതെ വ്യാഖ്യാനിക്കുകയാണ്. ആത്മാവ് വേർപെട്ടു പോയ ജഡത്തെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ പേടിക്കുന്നത്? അതിനെ പ്രേതമെന്ന് വിളിച്ച് എന്തിനാണ് ആളുകൾ ഭയപ്പെടുന്നത്? അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരാനുള്ളതും പിന്നെ ദൈവപദ്ധതി പ്രകാരം പുനരുദ്ധാനം ചെയ്യാനുമുള്ള ഭൗതിക ശരീരമാണ്. അതിനെ ഭയപ്പെടുന്നത് എന്തിനാണ്? ഒരിടത്ത് ജഡം കുഴിച്ചിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ ജഡം ഒരു സ്ഥലത്ത് അടക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മണ്ണ് മൂടിപ്പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ മണ്ണെങ്ങനെയാണ് ശാപമുള്ള മണ്ണായി മാറുന്നത്? എങ്ങനെയാണ് ഈ അടക്കം ചെയ്യപ്പെട്ട ജഡത്തിന് എങ്ങനെയാണ് ആളുകളെ ഉപദ്രവിക്കാൻ കഴിയുന്നത്? തെറ്റാണ് അങ്ങനെയുള്ള കാഴ്ചപ്പാട്. ഇനിയും മറ്റു ചിലർ പറയാൻ പോകുന്നത് വീടിൻ്റെ കണക്ക് ശരിയല്ല എന്നുള്ളതാണ്. കണക്ക് ശരിയല്ല, കട്ടിള മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ വർഷങ്ങളായി തലമുറകളായി വെള്ളം കുടിക്കുന്ന കിണറിലെ വെള്ളം കുടിച്ചിട്ടാണ് ഈ കുഴപ്പമുണ്ടായത്. എന്തു വലിയ അബദ്ധമാണ് പറയുന്നത്.
ആ കിണറ്റിലെ വെള്ളം എത്രയോ തലമുറകളായി അവർ കുടിക്കുന്നു. ആ കിണറ്റിലെ വെള്ളമാണോ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ ചെറിയ പ്രയാസത്തിൻ്റെ പിന്നിലുള്ള കാരണം? ഇങ്ങനെ കാരണം തേടി ചെല്ലുന്നവർ തന്നെ വലിയ കുഴപ്പക്കാരാണ്. അവർക്ക് കാരണങ്ങൾ കണ്ടെത്തി പറഞ്ഞു കൊടുക്കുന്നവർ അതിലും വലിയ കുഴപ്പക്കാരാണ്. യഥാർത്ഥത്തിൽ ദൈവമക്കൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞില്ലേ, അവനോ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ മാതാപിതാക്കളും പാപം ചെയ്തിട്ടില്ല, ഭയപ്പെടാനൊന്നുമില്ല. ദൈവത്തിൻ്റെ നാമം അവൻ്റെ മേൽ മഹത്വപ്പെടേണ്ടതിനാണ് അവൻ അന്ധനായി പിറന്നത്. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലുമൊക്കെ പ്രയാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ വാസ്തവമായിട്ടും ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ അനുഭവിക്കുന്ന, കുടുംബമായി നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. അത് മുഖാന്തിരം ദൈവനാമം മഹത്വപ്പെടുവാനാണ് സംഗതി വരേണ്ടത്. എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ളൊരു മനുഷ്യൻ, നല്ല ഉയർന്ന നിലയിൽ ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന് മാസവരുമാനം എന്നൊക്കെ പറയുന്നത് വലിയ ഒരു തുക കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രോഗിയായി തീർന്നത്. രോഗിയായ ഭാര്യയ്ക്ക് ഒരാളുടെ സഹായം കൂടാതെ മുന്നോട്ട് ഒരു ദിവസം പോലും തള്ളി നീക്കാൻ കഴിയാതെ വന്നപ്പോൾ, അയാൾ ജോലി ചെയ്യുന്നത് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് ഭാര്യയെ കൂടെ അവിടെ കൊണ്ടുപോയി സംരക്ഷിക്കാൻ അയാൾക്ക് അപ്പോൾ സാഹചര്യങ്ങളില്ലാതിരുന്നതുകൊണ്ട് അയാളൊരു കാര്യം ചെയ്തു. തൻ്റെ ജോലി ഉപേക്ഷിച്ച് രാജിവെച്ച് തൻ്റെ ഭാര്യയെ ശുശ്രൂഷിപ്പാൻ മടങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് വലിയ ഒരനർത്ഥമാണ്. വേണമെങ്കിൽ ഒരു ശാപമാണ്, അതുമല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് വ്യാഖ്യാനിക്കാം. അയാൾ താമസിക്കുന്ന വീടിൻ്റെ കുഴപ്പമാണെന്നോ അല്ലെങ്കിൽ അയാൾ വെള്ളം കുടിക്കുന്ന കിണറിൻ്റെ കുഴപ്പമാണെന്നോ ഒക്കെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഈ മനുഷ്യൻ അതൊന്നും വ്യാഖ്യാനിക്കാൻ ചെവി കൊടുത്തില്ല. അയാൾ വന്ന് വളരെ സന്തോഷത്തോടെ തൻ്റെ ഭാര്യയുടെ ശുശ്രൂഷ ഏറ്റെടുത്തു. തൻ്റെ ഭാര്യയെ അയാൾ ഒരു കൊച്ചുകുട്ടിയെ പരിപാലിക്കുന്നത് പോലെ പരിപാലിച്ചു. ഭാര്യയുടെ അരികിലിരുന്ന് അയാൾ മണിക്കൂറുകളോളം ബൈബിൾ വായിച്ചു. അയാൾക്കറിയാവുന്ന പാട്ടുകളെല്ലാം അയാൾ പാടി. ആ സ്ത്രീ സന്തോഷിച്ച് കട്ടിലിൽ കിടക്കുകയാണ്. ഭർത്താവിൻ്റെ സാന്നിധ്യം അവളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. അവൾക്ക് വേണ്ടി വേദപുസ്തകം പല ആവർത്തി അയാൾ വായിച്ചു തീർത്തു. അവൾക്ക് വേണ്ടി അയാൾക്ക് പാടാനറിയുന്ന മുഴുവൻ പാട്ടുകളും പല ആവർത്തി അയാൾ പാടിത്തീർത്തു. അതിനിടയിൽ എന്ത് സംഭവിച്ചതെന്നറിയാമോ? ജീവിതത്തിൽ ഒരു സാമാന്യ മനുഷ്യനായി ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ അയാൾ അറിയാതെ തന്നെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശുദ്ധ രഹസ്യങ്ങളിലേക്ക് ആഴപ്പെടുകയായിരുന്നു. അങ്ങനെ ഒരു 15 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഞാനുമായി കൂടിക്കണ്ട വേളയിൽ നിറകണ്ണോടെ എന്നോട് പറഞ്ഞ ഒരു വചനം മറക്കാനാകില്ല. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഒരു നിത്യരോഗിയാക്കി തീർത്ത എൻ്റെ കർത്താവിന് സ്തോത്രം. അത് എൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, എൻ്റെ ഹൃദയത്തിൽ വെളിച്ചം പകരാൻ വേണ്ടി, എന്നെ ദൈവസ്നേഹത്തിൻ്റെ ആഴം പഠിപ്പിക്കാൻ വേണ്ടി, എന്നെ സ്വർഗവും നരകവും ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, എനിക്ക് നിത്യജീവന ഓഹരി തരാൻ വേണ്ടി എൻ്റെ ദൈവം ഒരുക്കി തന്ന ഒരു നല്ല അവസരമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ തിക്താനുഭവങ്ങളെ ദൈവപ്രകാശത്തിൻ്റെ വ്യാപന മേഖലയായി വായിച്ചെടുപ്പാൻ നമുക്ക് മനസ്സുണ്ടാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കുഴപ്പങ്ങളിലേക്ക് പോകേണ്ടി വരില്ല. ഇത്തരം കുഴപ്പക്കാരെ പരിപോഷിപ്പിക്കുവാൻ ബലിയാടുകളായി നിന്നു കൊടുക്കേണ്ടി വരില്ല. നിങ്ങളെന്നോട് ക്ഷമിക്കണം പ്രിയപ്പെട്ടവരെ. കർത്താവ് പറയുന്നു, ഇവനോ എൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടില്ല. ദൈവനാമം മഹത്വപ്പെടേണ്ടതിനാണ്. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രി വരുന്നുണ്ട്. ഇപ്പോൾ പകലാണ്, ഇപ്പോൾ അത് ചെയ്യണം. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവർ, തൊട്ട് പുറകോട്ട് ഈ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ തൊട്ട് പുറകോട്ടുള്ള അധ്യായത്തിൽ നമ്മൾ ചെന്നാൽ 7-8 അധ്യായങ്ങളിൽ കൂടാരപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് യെരുശലേം ദേവാലയത്തിൽ യേശു 2 പ്രസംഗങ്ങൾ പറയുന്നതായി അവിടെ നാം വായിക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ കർത്താവ് ഒരു പ്രസംഗം പറയുന്നുണ്ട്. അത് കർത്താവ് ഈ പെരുന്നാളിൻ്റെ അവസാന ദിവസത്തിൽ നടത്തുന്ന പ്രസംഗമാണ്. ഞാൻ ജീവജലത്തിൻ്റെ നദിയാകുന്നു എന്നതാണ് അവിടെ കർത്താവ് പ്രസംഗിച്ചത്. അത് നമ്മൾ കഴിഞ്ഞ ഒരു സന്ദേശത്തിൽ കേട്ട് കഴിഞ്ഞതാണ്. 8-ാം അധ്യായത്തിൽ മറ്റൊരു പ്രസംഗം കർത്താവ് ഈ കൂടാരപ്പെരുന്നാൾ തീർന്നതിൻ്റെ പിറ്റേ ദിവസം പറയുന്നുണ്ട്. ആ പ്രസംഗത്തിൽ കർത്താവ് വിളിച്ചു പറഞ്ഞത് വളരെ വ്യക്തമായിട്ടാണ്. 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം. ആമേൻ. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ
ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. അതെ, ആ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൊണ്ടുവന്ന പാവപ്പെട്ട സ്ത്രീയെ കല്ലെറിയാൻ അനുവദിക്കാതെ സ്വതന്ത്രപ്പെടുത്തി വിട്ടിട്ടാണ് ഈ പ്രഖ്യാപനം കർത്താവ് പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടക്കുന്നവരെ പ്രകാശിപ്പിക്കുന്ന ലോകത്തിൻ്റെ വെളിച്ചം ഞാനാകുന്നു. കൊല്ലാൻ വിധിക്കപ്പെട്ടവർക്ക് ജീവൻ്റെ വെളിച്ചം പകരുന്ന യഥാർത്ഥ വെളിച്ചം ഞാനാകുന്നു. പാപത്തിൻ്റെ പിടിയിലമർന്ന് പിശാചിൻ്റെ പല്ലിനും നഖത്തിനുമിടയിൽ പ്രാണഭയത്തിൽ പുളഞ്ഞുകൊണ്ടിരുന്ന പാപിക്ക് വീണ്ടെടുപ്പും പുനരുത്ഥാനവും പ്രഖ്യാപിച്ച യഥാർത്ഥ വെളിച്ചം ഞാനാകുന്നു. വെളിച്ചമാകുന്ന കർത്താവ് വേദപുസ്തകത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ ഇസ്രായേൽ കനാനിലേക്ക് യാത്ര ചെയ്യുകയാണ്. മിസ്രയീമിലെ ഇരുട്ടിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് അവരുടെ ലക്ഷ്യമായ വാഗ്ദത്ത കനാനിലേക്ക് പ്രയാണം ചെയ്ത കാലത്ത് ദൈവം രാത്രികാലത്തെ ഇരുട്ടും തണുപ്പും മാറ്റുവാൻ അഗ്നിത്തൂണായി അവരുടെ കൂടെ സഞ്ചരിച്ചതായി തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്കൊപ്പം ആ സാന്നിധ്യം കനാനിലെത്തോളം കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് സമാഗമന കൂടാരത്തിന്മേൽ ആ പ്രകാശം വസിക്കുകയായിരുന്നു ജനത്തിൻ്റെ മധ്യത്തിൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ സാന്നിധ്യം പ്രകാശമായി. അത് വഴി നടത്തുന്ന വെളിച്ചമാണ്, അത് ഇരുട്ട് മാറ്റുന്ന വെളിച്ചമാണ്, അത് വഴി കാണിക്കുന്ന വെളിച്ചമാണ്, അത് ലക്ഷ്യത്തിലെത്തിക്കുന്ന വെളിച്ചമാണ്, അത് ഉള്ളിനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ്, അതെല്ലാം തെളിമയോടെ കാണുവാൻ പ്രാപ്തി നൽകുന്ന വെളിച്ചമാണ്, അത് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വെളിച്ചമാണ്, അത് നമ്മുടെ ജീവിതത്തിന് ഉത്സവവും ഉത്സാഹവും പകരുന്ന വെളിച്ചമാണ്. ആ വെളിച്ചം യേശുക്രിസ്തുവാണ്. അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വരണം. വന്നാൽ സ്വാഭാവികമായും ആ വെളിച്ചത്തിൽ നാം നിറഞ്ഞാൽ നമ്മിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് വമിക്കും. അത് മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിൽ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്. ഗിരിപ്രഭാഷണത്തിൻ്റെ ആരംഭ ഭാഗത്ത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം? യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനത്തിൽ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്നാണ് കർത്താവ് പറഞ്ഞത്. അവിടെ കർത്താവ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രസംഗം മധ്യേ പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്നാണ്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? ശരിക്കും യഥാർത്ഥ വെളിച്ചം കർത്താവാണ്. ആ കർത്താവിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടിട്ട് ആ വെളിച്ചം മറ്റുള്ളവർക്ക് പങ്കിടുമ്പോഴാണ് നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നത്. അതെ, ഒരു മെഴുകുതിരി തനിച്ചിരുന്നാൽ അതിന് വെളിച്ചമൊന്നുമില്ല. അത് കത്തിച്ചു വച്ചാൽ അതിന് വെളിച്ചമുണ്ട്. ആ കത്തിച്ചു വെച്ച മെഴുകുതിരിയിൽ നിന്ന് എത്ര മെഴുകുതിരി വേണമെങ്കിലും കത്തിക്കാം. കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിയുടെ വെളിച്ചം കുറയുന്നില്ല. പകർന്നെടുക്കുന്ന മെഴുകുതിരികളെല്ലാം പ്രകാശിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ വെളിച്ചമാകുന്ന കർത്താവിനെ ഉള്ളിലാക്കിയാൽ നമ്മളൊക്കെ കത്തുന്ന തിരികളായിട്ട് മാറും. ആ കർത്താവ് നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കണ്ടുമുട്ടുന്നവർ, നമ്മളോട് സമ്പർക്കം ചെയ്യുന്നവർ, നമ്മളോട് സംസാരിക്കുന്നവർ, നമ്മളുടെ വായിൽ നിന്ന് കേൾക്കുന്നവർ ആ പ്രകാശം സ്വീകരിക്കുന്നവരായി മാറും. അവരും പ്രകാശിക്കാൻ തുടങ്ങും. അവരും കത്തുന്ന വിളക്കുകളായി മാറും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് നാം ലോകത്തിൻ്റെ വെളിച്ചമായി തീരേണ്ടത്. ഒരാൾക്ക് ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാൻ കഴിയണമെങ്കിൽ വെളിച്ചമായവൻ ആ വ്യക്തിയുടെ ഉള്ളിൽ ആയിത്തീരണം. എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. നേരത്തെ നാം കേട്ടത് മറക്കരുത്, നിങ്ങളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുമെന്ന് കർത്താവ് കൂടാരപ്പെരുന്നാളിന് പ്രസംഗിച്ചല്ലോ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന്. ജീവജല നീരുറവയായവൻ ഒരു ആളുടെ ഉള്ളത്തിൽ വസിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകും. ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന നിതാന്ത നിത്യ നീതിസൂര്യനായ യേശുമശിഹ ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ വസിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് വലിയ പ്രകാശം ലോകം മുഴുവനിലും പരക്കും. അവനെ കാണുന്നവരിലേക്കൊക്കെ പ്രകാശം വന്ന് നിറയും. അതുകൊണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ദീപസ്തംഭങ്ങളായി കർത്താവിന് വേണ്ടി എരിഞ്ഞ് പ്രകാശിക്കേണ്ട ദീപനാളങ്ങളായി തീരണമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥ പ്രകാശം കർത്താവാണ്. ഈ വെളിച്ചത്തിന് ഒരു പ്രത്യേകതയുള്ളത്, അത് എരിഞ്ഞ് ഇല്ലാതെയാവുകയാണ്. സ്വാഭാവികമായും അത് ചൂട് പകരുന്നുണ്ട്, ഊർജം പകരുന്നുണ്ട്, ജീവൻ പകരുന്നുണ്ട്, എന്നിട്ട് സ്വയം ഇല്ലാതെയായിത്തീരുന്നുണ്ട്. അതുപോലെയാണ് കർത്താവ് നമുക്ക് ചൂട് പകർന്നത്, ജീവൻ പകർന്നത്, ഊർജം പകർന്നത്. എന്നിട്ട് നമ്മെ അവൻ ഊർജ്ജസ്വലരും ജീവനുള്ളവരും
പ്രകാശമുള്ളവരുമാക്കി തീർത്ത് നമുക്ക് വേണ്ടി അവൻ കത്തിജ്വലിച്ചു. യേശു ക്രിസ്തുവിൻ്റെ പ്രകാശം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല, അസ്തമിച്ചു പോകുന്നില്ല. കാരണം ഒരിക്കലും അസ്തമിക്കാത്ത നിതാന്ത നിത്യനീതി സൂര്യനാണ് കർത്താവ്. ആ കർത്താവിൽ നിന്ന് നിരന്തരം ഈ പ്രകാശം വമിക്കുകയാണ്. ആകാശത്ത് കത്തുന്ന സൂര്യനെ നാം കാണാറുണ്ട്. ആ സൂര്യൻ കുറേ കഴിയുമ്പോൾ കത്തിത്തീരും. കുറേ കഴിയുമ്പോഴെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്നൊന്നും നനച്ച് കളയരുത്. നമ്മുടെ എത്രയോ തലമുറകൾ തീരുന്നത് വരെ അത് കത്തിക്കൊണ്ടിരിക്കും. അതാണിപ്പോൾ ശാസ്ത്രം പറയുന്നത്. എന്നാൽ ഒരിക്കലത് കത്തിത്തീരും. എന്നറിയില്ല, സഹസ്രങ്ങൾക്കപ്പുറത്തായിരിക്കാം. പക്ഷേ ഈ നീതി സൂര്യൻ ഒരിക്കലും അസ്തമിക്കാത്തതാണ്, ഒരിക്കലും എരിഞ്ഞു തീരാത്തതാണ്. പ്രഭാതത്തിൽ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്നതായി നാം കാണുന്ന സൂര്യൻ വൈകിട്ട് പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിക്കും. സത്യത്തിൽ സൂര്യൻ ഉദിക്കുന്നുവെന്നും അസ്തമിക്കുന്നുവെന്നും പറയുമ്പോൾ സൂര്യൻ ഒരിടത്തു നിന്ന് പൊങ്ങി മറ്റൊരിടത്ത് പോയി താഴുന്നതാണ് നമ്മൾ കാണുന്നത്. സംഭവിക്കുന്നത് അതല്ലെന്ന് ഇപ്പോൾ നമുക്കറിയാം. സൂര്യൻ അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സൂര്യനെ ചുറ്റുന്ന ഭൂമിയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണിന് കാഴ്ചയിൽ കിട്ടത്തക്കവണ്ണമുള്ള ഒരു അവസ്ഥയിൽ സൂര്യൻ വരുമ്പോൾ സൂര്യനെ നമ്മൾ കാണുന്നു. ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് ചൂട് കൂടുന്നു, പിന്നെ തണുക്കുന്നു, പിന്നെ പതുക്കെ പതുക്കെ സൂര്യനെ കാണാത്ത അവസ്ഥയിലേക്ക് ഭൂമി കറങ്ങിയെത്തുമ്പോൾ നമ്മൾ സൂര്യനെ കാണാതെയാകുന്നു. സൂര്യന് മാറ്റമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ സൂര്യനെ കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇരുട്ടും വെളിച്ചവും മാറിമറിഞ്ഞെത്തുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെ തമ്പുരാൻ സാക്ഷാൽ യേശു ക്രിസ്തു നിത്യപ്രകാശമായവൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വന്നു നിന്നാൽ എല്ലായ്പ്പോഴും നമുക്ക് പകലാണ്. പിന്നെ നമ്മളിൽ ഇരുട്ടില്ല, പിന്നെ നമ്മളിൽ പാപത്തിൻ്റെ അധികാരമില്ല, പിന്നെ നമ്മളിൽ അന്ധകാരത്തിന് സ്വാധീനമില്ല. നാം മുഴുസമയം പ്രകാശത്തിലാണ്. ഈ വെളിച്ചത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ഇന്ന് അനേകം ആളുകൾ അന്ധകാരത്തിൽ ജീവിക്കുകയാണ്. പാപത്തിൻ്റെ അന്ധകാരത്തിൽ, ലോകത്തിൻ്റെ അന്ധകാരത്തിൽ, ആഡംബരത്തിൻ്റെ അന്ധകാരത്തിൽ, ദ്രവ്യാഗ്രഹത്തിൻ്റെ അന്ധകാരത്തിൽ, പരസ്പരമുള്ള കലഹത്തിൻ്റെ വൈകൃതങ്ങളുടെ അന്ധകാരത്തിൽ, അധികാര വടംവലിയുടെ അന്ധകാരത്തിൽ അനേകം ആളുകൾ കഴിഞ്ഞുകൂടുകയാണ്. ഈ അന്ധകാരത്തിന് ഒരുപാട് വികലമായ തലങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ചിലരൊക്കെ ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി, ഞങ്ങൾ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി, ഞങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ് ശരി, ഞങ്ങളുടെ മതം പറയുന്നത് മുഴുവനും അത് മാത്രമാണ് ശരി. പ്രിയപ്പെട്ടവരെ, ഇത് അന്ധമായ ഒരു കാഴ്ചപ്പാടായി അവർ കണ്ടിട്ട് അവർ ആ അന്ധതയെ ലോകത്ത് മുഴുവനും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് അംഗീകരിച്ച് മതിയാകൂ. അംഗീകരിക്കാത്തവരൊക്കെ മരിക്കണം, അംഗീകരിക്കാത്തവരൊക്കെ നശിക്കണം, അംഗീകരിക്കാത്തവരെയൊക്കെ കൊല്ലണം. അത് അന്ധത ബാധിച്ച ഒരു അവസ്ഥയിൽ ഉടലെടുക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ്. ദൈവവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. ദൈവവുമായിട്ട് ബന്ധമുള്ളവർക്ക് ഒരിക്കലും അങ്ങനെ ഇരുട്ടിൻ്റെ ചിന്തകൾ അവരുടെ ഉള്ളിൽ കയറി വരില്ല. അവർ വളരെ ഇടുങ്ങിയ ചിന്താഗതിക്കാരായി തരം താണു പോകുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആര് ചിന്തിച്ചാലും അവർ ഇരുട്ടിലാണ്. എന്നാൽ വെളിച്ചത്തിലുള്ളവർ ആരെയും ദ്വേഷിക്കുന്നില്ല, ആരെയും നശിപ്പിക്കുന്നില്ല, ആർക്കെതിരെയും വെല്ലുവിളികൾ നടത്തുന്നില്ല. വെളിച്ചത്തിൽ നടക്കുന്നവർ വെളിച്ചം പകരുന്നവരാണ്. അത് സ്നേഹത്തിൻ്റെ പ്രകാശമാണ്, അത് കരുണയുടെ പ്രകാശമാണ്, അത് സാന്ത്വനത്തിൻ്റെ പ്രകാശമാണ്, അത് ആശ്വാസത്തിൻ്റെ പ്രകാശമാണ്, അത് ദൈവകരുതലിൻ്റെ പ്രകാശമാണ്. അത് പ്രതിഫലിപ്പിക്കുന്നവരായി നമ്മൾ തീരുന്നത് എപ്പോഴോ അപ്പോഴാണ് നാം വെളിച്ചമായവനെ ഉൾക്കൊണ്ട് വെളിച്ചത്തിൽ നിന്ന് വെളിച്ചം പകരുന്നവരായി മാറുന്നത്. ഇന്ന് ഈ ധ്യാനം ഇങ്ങനെ പങ്കിട്ട് കേട്ടുകൊണ്ടിരിക്കെ നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് മാറ്റുവാൻ, ഇരുട്ടിൻ്റെ വഴികളിലുള്ള അന്വേഷണം അവസാനിപ്പിച്ച് വെളിച്ചത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ, വെളിച്ചമായവനെ ഉള്ളിലാക്കുവാൻ, അവൻ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ പ്രകാശിക്കുവാൻ, നമ്മെ കണ്ടുമുട്ടുന്നവരിലേക്ക് പ്രകാശം പരത്തുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. കർത്താവ് നമ്മെ കേൾപ്പിച്ച ഈ ചിന്തകളിലൂടെ നമ്മുടെ ജീവിതം പ്രകാശിതമാകട്ടെ. കർത്താവ് യേശു മിശിഹ നമ്മുടെ പ്രകാശമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഭാഗ്യകരമായ ഈ നല്ല ദിവസത്തിനും നല്ല സമയത്തിനുമായി നന്ദി പറയുന്നു. പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് പാദപീഠത്തിലിരുത്തി അവിടുന്ന് ഞങ്ങളോട് മധുരമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് അരുൾ ചെയ്ത തമ്പുരാനെ, പ്രകാശമാകുന്ന കർത്താവിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ട് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന പ്രകാശസ്തംഭങ്ങളായി ഞങ്ങൾ മാറുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളെ സന്ദർശിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ.
വളരെ വിനയത്തോടെ താഴ്ത്തി പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. നാഥ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.